ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഈ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ പൗലോസ് അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അലീനയ്ക്ക് കണ്ടു നിൽക്കാനോ പറ്റുന്നില്ല. കാരണം ചോദിച്ചിട്ട് ഒരാൾക്ക് എടുത്തു കൊടുക്കുന്നത് പോലെ അല്ല, വേസ്റ്റ് ആക്കി കളഞ്ഞ അനാവശ്യമായിട്ട് മേടിച്ച് അത് കൂട്ടി വെച്ചിട്ട് ഒരാൾക്ക് എടുത്ത് സഹായം ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന ചോദ്യം ചെയ്തതിൽ യാതൊരു കുറ്റവുമില്ല. അങ്ങനെ നമ്മുടെ അലീന ഒന്നായി ക്ഷമിച്ചു, രണ്ടായി ക്ഷമിച്ചു. പിന്നെയും പൗലോസ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അലീനയ്ക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഒരിക്കലും അലീനയ്ക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അലീന എന്ത് ചെയ്യുന്നു? ഇത് ഔദക്കുട്ടിയോട് പറയാണ്. അപ്പൊ ഔദക്കുട്ടിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഔദക്കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔദക്കുട്ടിയോട് ആദ്യം വന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് നോക്കുക, അങ്ങോട്ടേക്ക് കയറണ്ട, നമ്മൾ എന്തിനാ വെറുതെ നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്ന മോളേന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം കൂടെ എന്റെ അച്ഛൻ വെറുതെ ഇരുന്ന് സൂചിച്ചുണ്ടാക്കിയ വകകളൊന്നും അല്ലല്ലോ, കഷ്ടപ്പെട്ടിട്ടല്ലേ എന്റെ അച്ഛനും അപ്പച്ചനൊക്കെ കൂടി, എന്റെ പപ്പയും അപ്പച്ചനൊക്കെ കൂടി ഉണ്ടാക്കിയത്. അതങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? മാത്രമല്ല ഇത് വേസ്റ്റ് ആക്കി കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ മേടിക്കുന്ന പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും പുണ്യം നമുക്ക് കിട്ടും. എത്ര കുട്ടികളുടെ വയറ് നിറയും. ഇത് അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഔദക്കുട്ടിയോട് അലീന പറഞ്ഞു കേട്ടോ. അപ്പൊ അലീന ഇത് പറഞ്ഞത് കേട്ടതോ ഔദക്കുട്ടി പറഞ്ഞു, ഇതിനിയിപ്പൊ എന്ത് ചെയ്യാനാ മോളെ, ഇതിപ്പം വേലി കിടന്ന പാമ്പിനെ എടുത്ത് മേളിൽ വെച്ച അവസ്ഥയായി പോയല്ലോ. അപ്പോഴത്തേക്കും അലീന ചോദിച്ചു, പാമ്പോ? വേലി കിടന്ന പാമ്പോ? അപ്പൊ ഞാനാണോ ഈ വേലി കിടന്ന പാമ്പെന്ന് പറഞ്ഞ് അപ്പച്ചൻ എന്നെ, വല്യപ്പച്ചൻ എന്നെ കളിയാക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോ, നിന്നെ കളിയാക്കിയതൊന്നും അല്ല. അല്ല, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടോ മോളെ? ഇതൊക്കെ തിരക്കുന്നതും അന്വേഷിക്കുന്നതും നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം. അത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല അവര് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നിന്റെ പപ്പ ലാലിസനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തലേ കയറത്തില്ല. അവനിതൊന്നും മനസ്സിലാകത്തില്ല. അവനെ ചോദ്യം ചെയ്യുന്നത് ഒന്നും അവന് ഇഷ്ടപ്പെടത്തില്ല. വെറുതെ എന്തിനാ നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് മോളുടെ ഇത് കളയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വല്യപ്പച്ചന് ഇത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ? അതെ, നമുക്ക് തെറ്റാണെന്ന് എന്ത് തോന്നിയാലും അത് ധൈര്യപൂർവ്വം നിന്ന് പറയാനുള്ള ഒരു എന്താ പറയാ, ആ ഒരു ചങ്കൂറ്റവും ചങ്കുറപ്പും നമുക്ക് വേണ്ടേ? നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ഇറങ്ങി നടക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ എന്ത് മേടിക്കാൻ പറ്റുന്നതോ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇടാൻ പറ്റുന്നതോ ഒന്നും അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്ന അഭിപ്രായം അത് പൊതുജനത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ പിന്നെ നമുക്കൊരാളോട് നമുക്ക് തോന്നുന്ന അഭിപ്രായം അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ വെട്ടി തുറന്ന് പറയണം. ആ നിമിഷം നമ്മൾ തെറ്റാണെന്ന് വെട്ടി തുറന്ന് പറയണം. അതല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പിന്നെ എന്താണ്? അല്ല, ഇപ്പൊ ഇവിടെ നമ്മളെല്ലാവരും അടിമകളും ഈ പറയുന്ന സർവന്റ് എല്ലാം വലിയ ആൾക്കാരും അവരുടേതാണെല്ലാം എന്നുള്ള രീതിയിലാണല്ലോ എന്നോടും പെരുമാറിയത്. അതുകൊണ്ട് ഇതിങ്ങനെ അലീന വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടല്ല വല്യപ്പച്ച. എനിക്കിത് അറിയണം, ഇത് ചോദിക്കണം. അപ്പച്ചന്റെ ലാലിച്ചൻ മോനില്ലേ, മോനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് ശ്രമിക്കട്ടെ. മാറ്റിയെടുക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കി നമുക്ക് പിന്നെ കാണാം. അങ്ങനെ പൗലോസ് ചേട്ടന്റെ അഹങ്കാരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാനും വേലയ്ക്ക് നിന്നിട്ടുള്ളതാ കുറെ വീട്ടില്. അവിടുത്തെ കണക്ക് വിവരങ്ങൾ അനുസരിച്ച് തന്നെയാ ഞാനും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. നമ്മുടെ സ്വന്തം വീടല്ല, നമ്മുടെ സ്വന്തം ആൾക്കാരല്ല, നമ്മുടെ സ്വന്തം പൈസ അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അങ്ങ് കളയാന്നാണോ അവരുടെയൊക്കെ മനസ്സിലിരിപ്പ്? അത് ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ അത് അങ്ങനെ അനാവശ്യമായിട്ട് കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചോദിച്ചിട്ട് എന്തെങ്കിലും എടുക്കുകയോ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നുന്ന വിധത്തിൽ ഇങ്ങനെ ചെലവാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഞാൻ ആ പൗലോസിനെ കൊണ്ട് മീൻ വെട്ടിച്ച് അറിയാമോ, വാലും തലയും എല്ലാം മാറ്റി വെച്ച് ആ വേലക്കാരിക്ക് കൊടുത്തു വിടുക. ഇവിടെ തൂത്തുവാരാൻ വരുന്ന ആ സ്ത്രീക്ക് കൊടുത്തു വിടുക ചെയ്യുന്നത്. ആ സ്ത്രീക്ക് കൊടുത്തു വിടുന്നതിനല്ല, ഇത് കൊണ്ടുപോയി പട്ടിക്കും പൂച്ചയ്ക്കും ആടിനും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ് അവരിപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നിരിക്കും, ചിലപ്പോൾ മറച്ച് വിറ്റെന്നിരിക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തെന്നൊക്കെ ഇരിക്കും. അതൊക്കെ ശരിയാണ്. എങ്കിലും ഈ കാണിക്കുന്നത് കന്നന്തിരിവല്ലേ? ഈ കാണിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ. തോന്നുന്നുണ്ടോ വല്യപ്പച്ചന് അലീന ഈ പറയുന്നത് എന്തെങ്കിലും തലമണ്ട കേറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം, നീ പറയുന്നത് ശരിയാ മോളെ, ഞാൻ പറഞ്ഞല്ലോ നീ പറയുന്നത് ശരിയാ. ഇനി നിനക്ക് മാത്രമേ നിന്റെ പപ്പേനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ, സ്റ്റാൻലിനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ പപ്പ ലാലിച്ചനില്ലേ, അവനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ എന്തെങ്കിലും ചെയ്യ്. അല്ലാതെ ഇനിയിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ പറഞ്ഞു നോക്ക്. ഞാൻ ഇനിയിപ്പോ ഇത് കൊണ്ടുപോയി പറഞ്ഞാല് പിന്നെ നിന്റെ പപ്പ സ്റ്റാൻഡി എന്റെ മെക്കിട്ട് കയറി വരും. പിന്നെ ഞാനും അവനും തമ്മിൽ അതും ഇതും ഒക്കെ പറഞ്ഞ് ഉടക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് നീ തന്നെ ഇത് പറയാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞോളാം, ഞാൻ തന്നെ പറയാന്ന് പറയാണ്.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, പിന്നെ അടുത്ത ഇതില് നമ്മുടെ വേലക്കാരി വന്നു. വേലക്കാരി എന്ന് പറഞ്ഞാൽ മുറ്റം തൂക്കുന്ന പുള്ളിക്കാരി സ്ത്രീ വന്നു. ആ സ്ത്രീ വന്നപ്പോഴത്തേക്ക് വീണ്ടും വിഷോപ്പറിനകത്ത് എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുവോ നമ്മുടെ പൗലോസ്. ആദ്യം ഒന്ന് അലീന പറഞ്ഞതാണേ, കേട്ടോ ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും അലീന ഇപ്പൊ വന്നതാണെങ്കിലും സ്റ്റാൻലിയുടെ മോളാണ്, ഇവന്മാർക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കേസാ. അപ്പം അലീന പറഞ്ഞത് കേട്ടില്ല. അപ്പൊ അലീന പറഞ്ഞത് കേൾക്കാതെ രണ്ടാമതും അലീന പറഞ്ഞത് കേട്ടില്ല. അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് നടക്കുന്നത്. അപ്പൊ അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആ വിനോദ് എന്ന് പറയുന്ന പുള്ളിക്കാരനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത വിഷോപ്പറുമായിട്ട് വന്നു. അടുത്ത വിഷോപ്പറിൽ സാധനങ്ങളെല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അലീന കയറി വന്നു. അലീന കയറി വന്നത് പെട്ടെന്ന് വിനോദ് പറയുന്നുണ്ട്, ദേ വന്നു 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 അവള് വന്നു എന്ന് പെട്ടെന്ന് ഇങ്ങനെ പറയാ, അവള് വന്നു കണ്ടു എന്നുള്ള രീതിയിൽ പൗലോസിനോട്. അപ്പം പൗലോസ് എന്ത് ചെയ്യുന്നു, മൈൻഡ് ചെയ്യാതെ ഈ കൊടുത്ത സാധനം കയ്യിലേക്ക് തന്നെ കൊടുത്തു. അപ്പോഴത്തേക്ക് അലീന ചോദിച്ചു, അല്ല എന്താ പൗലോസ് ചേട്ടാ ഇവിടെ വീണ്ടും താലം കൈമാറുകയാണോ? വീണ്ടും ഇതെന്താ ഇവിടെ പരിപാടി, ഇതെന്താ ഈ വിഷോപ്പറിൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ പുള്ളിക്കാരി പറഞ്ഞു, ആ മുറ്റമൊക്കെ പെരയൊക്കെ തൂക്കുന്ന പുള്ളിക്കാരി പറഞ്ഞു, അത് പിന്നെ ഇവിടുന്ന് കുറച്ച് പഴയ സാധനങ്ങളൊക്കെയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഴയ സാധനമോ, എന്നും ഇവിടെ പഴയ സാധനങ്ങളാ? ആഹാ, ആ വിഷോപ്പറിലുള്ള സാധനം പൗലോസേട്ടനല്ലേ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തത്? അതുകൊണ്ട് സുജാത ചേച്ചിയുടെ കയ്യിൽ, സുജാത എന്നാ പുള്ളിക്കാരിയുടെ പേര്, അപ്പൊ സുജാത ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ കവറ് പൗലോസിയേട്ടൻ തന്നെ മേടിച്ചിട്ട് ഒരു കാര്യം ചെയ്യുക, അതവിടെ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഓ കുഞ്ഞേ, ഇത് ശരിയല്ല കേട്ടോ, ഇത് ശരിയല്ല. ഞാൻ മേടിച്ച് സുജാതയുടെ കയ്യിൽ നിന്ന് ഇതിങ്ങോട്ട് മേടിച്ച് വെച്ചിട്ട് കുഞ്ഞിവിടുന്ന് പോകുന്ന കുഞ്ഞു വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ പൗലോസേട്ടൻ ഈ വീട്ടിൽ തുടരണമെന്നുണ്ടെങ്കിൽ, പൗലോസേട്ടൻ ഈ വീട്ടിലെ അടുക്കളയിൽ തുടരണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ കൂട് മേടിച്ചിട്ട് പൗലോസേട്ടൻ അതവിടെ വെക്ക്, സാധനങ്ങളൊക്കെ തിരിച്ചിടിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഇടിപ്പിക്കത്തില്ല. ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. ഇനി മുതല് ഞാന് ഈ അടുക്കളയിൽ കയറുന്നില്ല. ഇങ്ങനെ ചോദ്യം ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറയാനാണെങ്കിലും എനിക്ക് ഈ അടുക്കളയിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ ഈ അടുക്കളയിൽ ഇനി മുതൽ കയറുന്നില്ലെന്നങ്ങ് വെക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ പൗലോസ് അടുക്കളയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. ആ കൂട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ സുജാതയുടെ കയ്യിൽ തന്നെ ഇരിക്കാം. ഏതായാലും പൗലോസ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോയപ്പോഴത്തേക്കും അലീന പറഞ്ഞു, വേണ്ട അടുക്കളയിൽ കയറണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ പൗലോസ് ചേട്ടൻ ഇനി അടുക്കളയിൽ കയറണ്ട, അതിന്റെ ആവശ്യം പൗലോസ് ചേട്ടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൂട്ടിലിരുന്ന സാധനം നമ്മുടെ അലീന തന്നെ പിടിച്ചു മേടിച്ചിട്ട്, ചേച്ചി ഇതിവിടെ വെച്ചിട്ട് ചേച്ചി പൊക്കോളാൻ പറഞ്ഞു. ഇനി ചേച്ചി ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ചേച്ചി പൊക്കോളാൻ പറഞ്ഞു. എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരി പോകുന്നു. നമ്മുടെ വിനോദ് അവിടെ ഇതെല്ലാം കേട്ടും കണ്ടോണ്ട് നിൽപ്പുണ്ട്. പൗലോസ് അങ്ങ് പോയിട്ട് നേരെ ചെന്നു സ്റ്റാൻലിയുടെ അടുത്തേക്ക്. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇത്രയും ദിവസവും ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു ചോദ്യം ചെയ്യൽ നമ്മുടെ പൗലോസിനുണ്ടായേക്കുമല്ലേ. പൗലോസിന്റെ എന്താ പറയാ അഭിമാനത്തെ ചോദ്യം ചെയ്തല്ലേ. അപ്പൊ പൗലോസ് നേരെ ചെന്നിട്ട്, സ്റ്റാൻലി ചായ എന്നല്ല, സ്റ്റാൻലി ചായ എന്നങ്ങണ്ട വിളിക്കുന്നത്. സ്റ്റാൻലി ചായ ഇത് ഇവിടെ പറ്റത്തില്ല കേട്ടോ, ഞാൻ ഏതായാലും ഇനി ഇവിടെ അധികം നാള് കാണത്തില്ല. ഇതുവരെ ഇല്ലാത്ത ഓരോരോ കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത് എന്നെ ചോദ്യം ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തു തരാറില്ലേ? ഞാനിവിടെ കേണൽ അദ്ദേഹത്തിന് എല്ലാ കാര്യവും കറക്റ്റ് ചെയ്തു തരാറുണ്ടല്ലോ. കേണൽ അദ്ദേഹം പറയുന്ന ഭക്ഷണങ്ങളെല്ലാം അതേ ക്രമം ഉണ്ടാക്കി പിറക്കിയെടുത്ത് എല്ലാം ആ ഒരു ടേസ്റ്റിലും രുചിയിലും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഇത്രയും നാളും ഈ പൗലോസ് അല്ലേ. ഈ പൗലോസിനെ ചോദ്യം ചെയ്യാന് ഇപ്പൊ എവിടെന്നോ ഒരു പെണ്ണ് കയറി വന്നിരിക്കുകയാണ്. ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഇത് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയണം. ഇവിടുത്തെ വേസ്റ്റും പുഴുത്തതും മരിച്ചതും എല്ലാം കൂടെ കലക്കിയിട്ട് ഞാനിപ്പം കേരള അദ്ദേഹത്തിന് തരണം എന്നാണ് പറയുന്നതെങ്കിൽ അതെനിക്ക് പറ്റത്തില്ല. എനിക്ക് കുറച്ച് കൈപുണ്യത്തോടും വായിക്കും വെച്ചും വിളമ്പി ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തുള്ളൂ, ഞാൻ അതേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ എന്താ പൗലോസ ഉണ്ടായതെന്ന് നമ്മുടെ സ്റ്റാൻലി ചോദിച്ചു. അപ്പോഴത്തേക്കും പൗലോസ് പറഞ്ഞു, ഇതാണ് സംഭവം. ഇവിടെ കിടന്ന് എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് ഞാൻ ആ പെണ്ണിന് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ, അതും ഇവിടെ കിടന്ന പഴകിയ സാധനങ്ങളൊക്കെ ഇവിടെ കിടന്ന് ചീഞ്ഞു പോകുന്നതിലും വല്ല മൃഗങ്ങളും തിന്നുവാണ്, അതല്ലേ നല്ലത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു കൊടുത്ത് വിട്ടതെന്ന് പറയുമ്പോഴത്തേക്കും അലീന ഇങ്ങ് വന്നു കേട്ടോ. അലീന ഇങ്ങ് വന്നിട്ട് ഒരു കൈയൊക്കെ ഇങ്ങനെ കൊട്ടി വന്നിട്ട് അലീന പറഞ്ഞു, നന്നായിട്ടുണ്ട് പൗലോസേട്ടൻ, നന്നായിട്ടുണ്ട്. പൗലോസേട്ടൻ ഇപ്പൊ പറഞ്ഞതൊക്കെ വലിയ ശരിയൊക്കെയാണ്, പക്ഷേ പൗലോസേട്ടൻ പറയുന്ന രീതി ശരിയല്ല. ആ രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പൗലോസേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ് പപ്പേ, പൗലോസേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ പൗലോസേട്ടൻ പറഞ്ഞ രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ പഴങ്ങളും പച്ചക്കറികളും മത്സ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഈ അഴുക്കായി പോവുക, വേസ്റ്റായി പോവുക എന്ന് പറഞ്ഞാൽ അത് ചീഞ്ഞു പോകുമ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി ആകുമ്പോഴും അല്ലേ. ഇത് അതുപോലെ അല്ലല്ലോ. ഒരു മീൻ എടുത്തിട്ട് അതിനെ നടുവെ വെട്ടിയിട്ട് അതിന്റെ തലയാണ് അതെന്നും പറഞ്ഞ് മാറ്റിക്കളയുക, അതിന്റെ വാൽഭാഗത്തിന്റെ കൂടെ കുറെ പകുതി പോവുക, അതിന്റെ നടുപീസ് മാത്രം എടുക്കുക,
ഇതാണോ ചെയ്യേണ്ടത്? ഒരു തക്കാളിക്കയില് ഒരു കുത്ത് വന്നെന്നും പറഞ്ഞ് അത് കേടായി പോവുക, ഒരു ക്യാരറ്റിൽ വിണ്ട് കീറിയെന്നും പറഞ്ഞ് അത് അഴുക്കായി പോവുക. എന്നാ പിന്നെ ബാക്കി വരുന്ന സാധനങ്ങൾ മേടിക്കുമ്പോൾ നോക്കിയും പെറുക്കിയും മേടിക്കത്തില്ലേ? ഇത് നോക്കിയും പെറുക്കിയും മേടിക്കുന്നുമില്ല. അല്ല, ഞാൻ ഇപ്പൊ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, പൗലോസേട്ടൻ ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് മിനിമം എത്ര വർഷമായി? ഇപ്പോഴും അറിയത്തില്ലേ എന്റെ പപ്പ എത്ര ആഹാരമാണ് കഴിക്കുന്നത്, എന്ത് ആഹാരമാണ് കഴിക്കുന്നത്? ഇപ്പോഴും അറിയത്തില്ലെങ്കിൽ അത് കുറച്ച് കഷ്ടം തന്നെയാ. അത് പൗലോസേട്ടന്റെ പരാജയം തന്നെയാണ്. ഞാൻ പൗലോസേട്ടനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നിനുമല്ല, ഞാൻ ചോദ്യം ചെയ്ത് തന്നെയാണ്. ഇതിവിടെ പറ്റത്തില്ല എന്ന് തന്നെ അലീന ഒറ്റക്കാലിൽ നിന്ന് പറഞ്ഞു. സ്റ്റാൻലിയോടും പറഞ്ഞു ഇതിവിടെ പറ്റത്തില്ല, ഇതിവിടെ ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്ന് പറഞ്ഞു. ഏതായാലും സ്റ്റാൻലി 8-10 വർഷം കൂടെ നിൽക്കുന്ന നമ്മുടെ പൗലോസിനെ മാറ്റി പറയുവോ? ഇപ്പൊ 2-3 ദിവസമായതല്ലേ ഉള്ളൂ അലീന വന്നിട്ട്. സ്വന്തം മകളാണെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും കേട്ടും ചെയ്തു കൊടുക്കുന്ന ആളാണ് പൗലോസ്. അലീനയോട് തർക്കിക്കാൻ തുടങ്ങി നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട് നീ അധികം നാൾ ഇവിടെ കാണത്തില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യുന്ന എന്താണ് അലീന ഇത്ര ഉറപ്പെന്ന് ചോദിക്കുക. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. എന്തോ പോലെ എങ്ങനെ ആകാതിരിക്കും? അലീന അങ്ങ് ഷോക്കായി പോയിട്ടോ. അപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും തെറ്റ് ചെയ്യുന്ന വേലക്കാരെ അല്ലെങ്കിൽ ഇവിടുത്തെ സെർവൻസിനെ ഇവിടെ വെച്ചു പൊറപ്പിക്കും എന്നാണ് സ്റ്റാൻലി പപ്പ പറയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് തെറ്റ് ചെയ്തെന്ന് അലീന നീ പറയുന്നത്? ഇത്രയും നാൾ അവരിവിടെ ഉണ്ടായിട്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടമോ കുറവുകളോ വന്നോ? അതെങ്ങനെ പപ്പായ്ക്ക് അറിയാം? പപ്പായ്ക്ക് നഷ്ടവും കുറവുകളോ അറിയാമോ? ഇവിടെ ആന്റപ്പ ചേട്ടനല്ലേ നഷ്ടവും കുറവൊക്കെ കണ്ടുപിടിക്കുന്നത്. പപ്പ ഒരു തവണയെങ്കിലും ഇവിടുത്തെ കണക്ക് നോക്കിയിട്ടുണ്ടല്ലോ? ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ദിവസം എനിക്കിതാ ഞാൻ നോക്കിയിട്ട് പറയാം ഇവിടെ എന്തൊക്കെ നഷ്ടം, ഇവിടെ എന്തൊക്കെ ലാഭം വരുന്നുണ്ട് എന്ന്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് സ്റ്റാലിനി അന്തം വിട്ട് കുന്തം പോലെ നിപ്പുണ്ട്. ഏതായാലും അലീനി അവിടെ നിന്ന് പറഞ്ഞ് വിടുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇതിന്റെ ഫുൾ വിശേഷവുമായിട്ട് നാളെ രാവിലെ നമുക്ക് കാണാം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.